കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, പെട്ടെന്ന് അവിടത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന പോലീസുകാരനെയും കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തൊക്കെ നടന്നു, ഒന്നും കാണുന്നില്ല. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കാണുന്ന നമ്മുടെ ഇംഗ്ലീഷ് മരുന്നാട് മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന അനീഫ എന്ന് പറഞ്ഞൊരു ഇച്ചയുണ്ട്. അനീഫിച്ച എന്നെ വിളിച്ചു, മധു ഒന്ന് ഇങ്ങോട്ട് വന്നു. നമ്മൾ എന്താ അനീഫിച്ച, എന്താ പ്രശ്നം എന്ന് പറയുന്നുണ്ട് ഇവിടെ. അപ്പം അനീഫിച്ച അവിടെ ഒരു പെൺകുട്ടി എനിക്ക് കാണിച്ചു. ഏകദേശം ഒരു 16, 17, 18 വയസ്സ്, ഏകദേശം ആവറേജ്. അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ കാല് വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ബ്ലൂ ജീൻസ് പാൻറ്, ഒരു ഷൂസ്, ബ്ലാക്ക് ടീഷർട്ട്, പാറിപ്പറക്കുന്ന ചെമ്പൻ മുടിയുള്ള, കണ്ണട ഞാനിപ്പോൾ വെച്ചതുപോലെ കണ്ണട വെച്ചിട്ടില്ല, ആരോടോ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളാണ് ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല, കുറേ സമയം ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും പ്രവീണും ഈ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അവളെ ഈ മൊബൈൽ താഴ്ത്തിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, അത് ചോദിക്കാൻ താൻ ആരാന്ന് ചോദിച്ചു. അതെന്നോട് ചോദിക്കാൻ താൻ ആരാന്ന് ചോദിച്ചു. ഞാൻ അല്ലേ യൂണിഫോമിലല്ല, എന്നെ കാണുന്നവർക്കറിയാം ഞാൻ അധികം യൂണിഫോമൊന്നും ഇല്ല, മഫ്റ്റിയിലാണ് അധികം ഉണ്ടാവാറ്. അപ്പം ഞാൻ മഫ്റ്റിയിലാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പോലീസുകാരനാണ്, ജനമൈത്രി പോലീസാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഐഡൻറ്റിറ്റി കാർഡ് എല്ലായിടത്തും കൊണ്ട് നടക്കാറില്ല, എന്നാൽ വിട്ടേക്ക്, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പറഞ്ഞു എന്നെ വിട്, നിങ്ങൾ പോയിക്കോന്ന്. അവസാനം അവിടെ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരനെയും വിളിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി ആ പെൺകുട്ടിയോട് പറയിച്ചു, ഇങ്ങനെയാണ് ഇവിടുത്തെ ജനമൈത്രി ഓഫീസർമാരാണ് ഇവർ രണ്ടുപേരും, നിങ്ങളെ കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ പെൺകുട്ടി ഓക്കെ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ എല്ലാവരും ബസ് സ്റ്റാൻഡിൽ എന്തിനാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു എല്ലാവരും ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് ബസ് കാത്തിട്ടായിരിക്കും, നീ അതിനാണെന്നൊരു സംശയമുണ്ട്. എന്താ സംശയം? ഞാൻ പറഞ്ഞു രാവിലെ 8 മണി മുതൽ നീ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പം സമയം 11:30 മണിയായി, 3.5 മണിക്കൂറായി നീ ഈ പറയുന്ന ബസ് സ്റ്റോപ്പിലിരിക്കുന്നു, എന്താ നിൻ്റെ ആവശ്യം? അപ്പോൾ ആ പെൺകുട്ടി, അന്ന് ഞാൻ കാസർഗോഡ് നിന്നാണ് അത് ചോദിക്കുന്നത്, ആ പെൺകുട്ടി മഞ്ചേശ്വരം ഭാഗത്തുള്ളൊരു സ്ഥലത്തിൻ്റെ പേര് എന്നോട് പറഞ്ഞു. എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേര് അന്നറിയില്ല, പക്ഷെ ഇന്നറിയാം. ഒരു സ്ഥലത്തിൻ്റെ പേര് എന്നോട് പറഞ്ഞു. അവിടത്തേക്കാണ് പോകേണ്ടത്, അവിടത്തേക്ക് ചിലപ്പോൾ ബസ് കിട്ടാൻ കുറച്ച് പണിയുണ്ട്, 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ബസ്സൊക്കെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്ന് വിശ്വസിക്കേണ്ട സമയമല്ലേ, ഞാൻ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു ഇനി എത്ര സമയം എടുക്കും അറിയില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. പ്രവീൺ എന്നോട് പറഞ്ഞു മധുട്ട നമുക്ക് ഇവിടെ ഇരിക്കാം, ഏതായാലും ഇവളെ കയറ്റി വിട്ടിട്ട് നമുക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ IP സാറിനോടൊന്നും പറയണ്ടെന്ന് വെച്ചു. ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരു കുട്ടി പറഞ്ഞതുപോലെ ഒരു 2 മണിക്കൂറിന് ശേഷം ഈ പറഞ്ഞ നാട്ടിലേക്കുള്ളൊരു ബസ് വരുന്നുണ്ട്. ബസ് വന്ന് ഈ ട്രാക്കിലേക്ക് കയറുന്ന സമയം പ്രവീൺ ആ പെൺകുട്ടിയോട് പറഞ്ഞു മോളേതാ ബസ് വരുന്നുണ്ട്, അതിലേക്ക് കയറേണ്ടതാണ്, റെഡി ആയിക്കുന്നു. പെൺകുട്ടി മൊബൈലൊക്കെ പോക്കറ്റിലിട്ടു, ബാഗൊക്കെ ബാക്കിലിട്ടു, ഒക്കെ റെഡിയായി ഈ ബസ്സിലേക്ക് പോയി. ബസ്സിൽ കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന സമയം 2 സ്റ്റെപ്പ് കയറി ബസ്സിൻ്റെ അകത്തേക്ക് നോക്കിയിട്ട് പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഈ ബസ്സിൽ പോകാൻ പറ്റില്ല. പ്രവീൺ ചോദിച്ചു എന്താ പ്രശ്നം, ഈ ബസ്സിൽ പോയാൽ ഫുള്ള് തിരക്കാണ്, എനിക്ക് ഇരിക്കാൻ സീറ്റില്ല, എനിക്കങ്ങനെ നിന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇരുന്നിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് എനിക്ക് ഈ ബസ്സിൽ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അടുത്ത ബസ്സിന് പോവാം. വീണ്ടും പെൺകുട്ടി ഈ സീറ്റിൽ വന്നിരുന്നു, ഞാനും പ്രവീണും വീണ്ടും അതേ സീറ്റ് പോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്തോ ഭാഗ്യത്തിന് ഒരു 3/4 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന നാട്ടിലേക്കുള്ള അടുത്ത ബസ് വരുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രവീൺ ചാടി എണീറ്റ് ഓടിപ്പോയി ആ ബസ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ആ ബസ്സിൽ കയറി ഒരു ലേഡി സീറ്റിൽ പ്രവീൺ ഇരുന്നു. എന്നിട്ട് ഇരുന്നിട്ട് ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് പറഞ്ഞു മോളെ ഇത് ഞാൻ സീറ്റ് പിടിച്ചിട്ടുണ്ട്, ഇനി സീറ്റില്ല എന്ന് പറയേണ്ടെന്ന് പറഞ്ഞു. ഒരു പോലീസ് എന്തൊക്കെ പണി ചെയ്യണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സീറ്റ് പിടിച്ചിട്ടുണ്ട്, നിങ്ങളിവിടെ വന്നിരുന്നു. അങ്ങനെ പെൺകുട്ടി സ്റ്റെപ്പ് കാലെടുത്ത് വെച്ചു, മുകളിലോട്ട് കയറി പെട്ടെന്ന് തിരിച്ച് വീണ്ടും ഇറങ്ങി. എന്നിട്ട് ഈ ബസ്സിൽ ഞാൻ പോയില്ല. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു എന്താ മോളെ നിൻ്റെ പ്രശ്നം, ഈ ബസ് എന്താ നിനക്ക് പ്രശ്നം, സീറ്റ് ഉണ്ട് അല്ലേ, അവിടത്തം വരെ ഇരുന്ന് യാത്ര ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ ബസ്സിലെ കണ്ടക്ടർ ആൾ ശരിയല്ല എന്ന്. നമ്മൾ കണ്ടക്ടർക്ക് എന്താ പ്രശ്നം, കണ്ടക്ടർ എന്താ എവിടെയെങ്കിലും തോണ്ടിക്കൊണ്ടേയിരിക്കും, അത് പ്രശ്നമുണ്ടെന്ന്. ഇനി നിർബന്ധിച്ച് ഞങ്ങൾ ആ ബസ്സിൽ കയറ്റി വിട്ടു എന്നിരിക്കുക, നിർഭാഗ്യവശാൽ ഇയാൾ തോണ്ടിന്നിരിക്കുക, 1-ാം പ്രതി ആരാ പോലീസ്. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തും പോലീസിനെ. പോലീസാണ് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ആ ബസ്സിൽ കയറ്റി വിട്ടത് നിന്ന് നിങ്ങൾ തീർച്ചയായും പറയും. അപ്പോൾ 1-ാം പ്രതി ആവേണ്ടത് ഞങ്ങളാണ്. അപ്പോൾ പ്രവീൺ എന്നോട് പറഞ്ഞു അതോട്ടെ ലോൺ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായതിനത്രേ, വീട് പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു, ഒരു സസ്പെൻഷൻ ഇനി വയ്യ, അതുകൊണ്ട് അവൾ പറയുന്നത് കേൾക്കാൻ നമുക്ക്, അവൾ ഇറങ്ങട്ടെ, നമുക്ക് അവിടുത്തെ പോയിരിക്കും.
അങ്ങനെ ഇരുന്നു. വഴിയെ പോകുന്ന ആൾക്കാരോടെല്ലാം സംസാരിച്ചു. നമ്മൾക്ക് അല്ലേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും. ഞാൻ എല്ലാവരോടും സംസാരിച്ച് ഞാൻ വെറുതെ സമയം നോക്കുമ്പം വൈകുന്നേരം 4:30 മണിയായി. 4:30 മണിയായി. ഞാൻ ഇതുവരെ ആരും അടിച്ചിട്ടില്ല എന്ന് പറയുമെങ്കിലും ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു, മോളെ സത്യം പറ, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചു. പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാനൊരു സത്യം പറയാം സാറിനോട്. ഞാൻ പറഞ്ഞു, പറ മോളെ, എന്തിനായിരിക്കുന്നത്, വെറുതെ ഞങ്ങളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ എൻ്റെ ഉപ്പാനെ കാത്തിക്കുന്നത്. ഞാൻ എൻ്റെ ഉപ്പാനെ കാത്ത്. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ഈ പ്രായത്തിൽ എൻ്റെ അച്ഛൻ എന്നെ വെയിറ്റ് ചെയ്യില്ല. ഈ സമയം വരെ വെയിറ്റ് ചെയ്ത് നിർത്തൂല. നിങ്ങളെ മക്കളെയും നിർത്തൂല. പക്ഷെ ഈ പറയുന്ന രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ സ്വന്തം മകളെ ഒരു ഉപ്പ വെയിറ്റ് ചെയ്യിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കുറേ സമയം ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം ഞാൻ കുട്ടിയോട് ചോദിച്ചു, ആ മൊബൈൽ നമ്പർ അല്ലേ, ഉപ്പാൻ്റെ മൊബൈൽ നമ്പർ ഉണ്ടല്ലോ, അതൊന്ന് താന്നു. അവസാനം മടിച്ചിട്ടാണെങ്കിൽ ഈ പെൺകുട്ടി മൊബൈൽ നമ്പർ തന്നു. മൊബൈൽ നമ്പർ തന്നതിന് ശേഷം ഞാൻ ഈ മൊബൈലിലേക്ക് ഡയൽ ചെയ്ത സമയത്ത് അങ്ങേ തലയ്ക്ക് ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ ഉമ്മയാണ്, ഞാൻ ഉപ്പാക്ക് കൊടുക്കാം, ഒരു കാര്യം, ഉപ്പ പുറത്താണുള്ളത്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഫോൺ കൊടുത്തപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ മകൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ വളരെ അതിശയിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് അയാൾ എന്നോട് പറയുന്നത്. എൻ്റെ മകള് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എന്നെ കാത്തിട്ട് എൻ്റെ മകൾ നിൽക്കുന്നുണ്ടെന്ന് അയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, രാവിലെ 8 മണി മുതൽ കാത്തു നിൽക്കുന്നുണ്ട്, ഇപ്പം 4:30 മണിയായി. അല്ല, അതെന്തിനാണ് നിങ്ങൾ നോക്കുന്നത്? എൻ്റെ മകൾ എന്നെയല്ലേ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങളല്ലല്ലോ. നിങ്ങളവിടെ വെച്ചേക്ക്, അവളവിടെ ആക്കിയേക്ക്, നിങ്ങൾ പോയിക്കൊന്നു. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല. കാസർഗോഡിൻ്റെ അല്ലേ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിപ്പെടുത്തുന്ന, ചിലപ്പോഴൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ മകളെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മകളെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഒരുപാട് പ്രാവശ്യം എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ കുട്ടിയോട് പറഞ്ഞു, നമുക്ക് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെ എന്നെ കൊണ്ടുപോകാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, അതാരാ പറഞ്ഞത് നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്? എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഒരു വനിതാ പോലീസ് കൂടെ വേണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിങ്ക് പെട്രോളിലൊരു ഗീതേച്ചുണ്ട്, ഗീത പോലീസ് രഹസ്യ. ഞാൻ ഗീതേച്ചിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടിയെ നമുക്കൊന്ന് കൊണ്ടുപോകാനുണ്ട് സ്റ്റേഷനിൽ. അങ്ങനെ ഈ പിങ്ക് പെട്രോളിൻ്റെ വണ്ടിയിൽ ഇവളെ അതിൽ കയറ്റി ഞാനൊരു ബൈക്ക് എടുത്ത് പിറകെ പോയി ഞങ്ങളുടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ചൈൽഡ് റൂമിലേക്ക് ഇരുന്നു. അവിടെ നിന്ന് ഞാനും ഈ പറയുന്ന പെൺകുട്ടിയും ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ കസേരയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏതൊരാളെയും കൂട്ടിക്കൊണ്ടു വന്നാലും ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കഴിക്കണ്ടേന്നാണ് ചോദിക്കുക. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു, വിശക്കുന്നുണ്ട്. എന്താ മോളെ കഴിക്കണ്ടേ? സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ പറയും ഒരു ഗ്ലാസ് വെള്ളം മതി. പക്ഷെ കുട്ടി എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല. കുട്ടി പറഞ്ഞു, എനിക്ക് അറേബ്യൻ ഷവർമ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ അറേബ്യൻ ഷവർമ ഇവിടെ കിട്ടും? കുട്ടി എന്നോട് ഉത്തരം പറയുന്നുണ്ട്, ഗോൾഡൻ ബേക്കറി ഉണ്ട് നയന്മാർ മൂല, അവിടെ അറേബ്യൻ ഷവർമ കിട്ടും, അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രവീണിനോട്, ഏതായാലും ഷവർമ വാങ്ങണം, എനിക്ക് ഒന്ന്, നിനക്കൊന്ന്, പെൺകുട്ടി 3 ഷവർമ വാങ്ങിയിട്ട് നീ വാന്ന് പറഞ്ഞിട്ട് അവൻ ബൈക്കിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞു, സാർ എനിക്ക് ഒരു സാധനം കൂടി വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവീൺ ചോദിച്ചു, എന്താ വേണ്ടത്? പറഞ്ഞു, എനിക്ക് ക്യാരറ്റ് ഷേക്കും കൂടി വാങ്ങിച്ചു. ക്യാരറ്റ് ഷേക്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെ അയാൾ പോയി ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി. ഞാൻ മോളോട് ചോദിച്ചു, എന്തിനാ ക്യാരറ്റ് ഷേക്ക്? അത് മനസ്സിലായില്ല. ഇവള് ചാടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് റിബൺ ഇട്ട് കെട്ടി, ആ ഗ്ലാസ് ഒന്നും കൂടി എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒന്ന് ഗ്ലാസ്സൊക്കെ ഇട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ, നിന്നെ കാണാൻ സുന്ദരിയാണ്, നല്ല പെൺകുട്ടിയാണ്, നല്ല ഉഷാറുണ്ട്, ഒക്കെ പറഞ്ഞു. അപ്പോൾ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ക്യാരറ്റ് ഷേക്ക് കുടിച്ചിട്ടാണ്. ഞാനിങ്ങനെ സൗന്ദര്യം കൂടിയത് ക്യാരറ്റ് ഷേക്ക് കുടിച്ചിട്ടാണെന്ന് കുട്ടി പറഞ്ഞു. ഞാനും പ്രവീൺ 1 മാസം ക്യാരറ്റ് ഷേക്ക് കുടിച്ചു, ഒരു മാറ്റമില്ല. അപ്പം കുട്ടീനെ ആരോ പറ്റിച്ചിട്ടുണ്ട്, അതേപോലെ ഞങ്ങളും പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ക്യാരറ്റ് ഷേക്കിൻ്റെ വില 80 രൂപയാണ്, 24, 2400 രൂപ എൻ്റെതും പോയി, 2400 പ്രവീണിൻ്റെയും പോയി. പ്രവീൺ എന്നോട് പലപ്പോഴും ചോദിക്കും, എങ്ങനെയുണ്ട് എന്നെ കാണാൻ മാറ്റമുണ്ടോ? ഞാൻ ഒരു മാറ്റമില്ല പ്രവീൺ. ഞാൻ എന്നോട് സമയത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് അവനും പറയും, ഒരു മാറ്റമില്ല വന്നിട്ടൊക്കെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, അതവിടെ വിട്ടു. അത് ഞാൻ രണ്ടാമത് കാര്യം പറഞ്ഞാൽ ഞങ്ങളോട് അത് മറന്നേക്കും. അങ്ങനെ ഈ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്ന് ഈ പെൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓഡി കാർ, വില കൂടിയ ഒരു ഓഡി കാർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വന്നിട്ട് ഞങ്ങളുടെ സ്റ്റേഷൻ്റെ മുൻവശത്ത് തന്നെ നിർത്തി. അതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്നൊരു സ്ത്രീയും ഡ്രൈവർ സീറ്റിൽ നിന്നൊരു പുരുഷനും ഇറങ്ങി. കാണാൻ നല്ല ഭംഗിയുള്ള ആഠ്യത്വമുള്ള 2 ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അവരങ്ങനെ ജീവിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇറങ്ങി വന്ന ഉടനെ ഇയാൾ ഇങ്ങനെ വന്ന് ചോദിച്ചു, എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ പെൺകുട്ടി
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടി ഭക്ഷണമൊക്കെ താഴെ വെച്ചിട്ട് ഓടിപ്പോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ചു. പിന്നെ നമുക്ക് ഇത് ഉമ്മയാണോ അല്ലേ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മയാണെന്ന് മനസ്സിലായി. ഈ കെട്ടിപ്പിടുത്തത്തിൻ്റെയും കരച്ചിലിൻ്റെയൊക്കെ ഒടുവിൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഇവരെന്തൊക്കെയോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ റഹീം സാറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഉപ്പയും ഉമ്മയും വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്ന് വിട്ടേക്ക്, ഒരു ആധാർ കാർഡ് മറ്റുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് വെച്ച് വിട്ടേക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉപ്പയാണെന്നൊന്ന് വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെരിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ ഇവരെ വിട്ട് ഈ ഉമ്മാനെയും മകളെയും കാറിലിരുത്തിയതിന് ശേഷം ഇയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തന്നെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. നമ്മൾ എന്താ എന്നെ വെക്കേണ്ടത്? എൻ്റെ മകൾ ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടില്ല, താൻ മുഖേനയാണ് അത് കയറിയത്, അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ കയറി, ഇനി നിന്നെ ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇവര് തിരിച്ച് ആ വലിയ ആഡംബര വാഹനത്തിൽ തിരിച്ച് വീട്ടിലേക്കാവും. ഇവിടെ പോയെന്ന് എനിക്കറിയില്ല, തിരിച്ചു പോയി. ഒരു അരമണിക്കൂറിന് ശേഷം ഈ പറയുന്ന ആള് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ പുറത്തുനിന്ന് ഒച്ചത്തിൽ സംസാരിക്കുന്നത് ഞാൻ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ആ തടിച്ച മീശയില്ലാത്തൊരു പോലീസുകാരനില്ല, അയാളൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ആ സമയത്ത് തടിച്ച മീശയില്ലാത്ത പോലീസുകാരൻ ഞാൻ മാത്രമേ എവിടെയുള്ളൂ. ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഇയാൾ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ വന്നതെന്ന്. അപ്പോൾ താൻ എൻ്റെ മകൾക്ക് ഷവർമയും ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഒന്നാ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം മേടിച്ചു കൊടുത്തതിന് പൈസ ഒന്നും വേണ്ട. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന പറയുമോ, പോക്കറ്റിൽ നിന്ന് കുറേ 500-ൻ്റെ നോട്ട് എനിക്ക് ചുറ്റി പിടിച്ചിട്ടുണ്ടായി, അത് എടുത്തിട്ട് എൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. താൻ വെച്ചോ, എൻ്റെ മക്കൾ അങ്ങനെ ഓശാരും ഓഫറൊന്നും വേണ്ട, താൻ വെച്ചോ. തിരിച്ച് പോയി ഇയാൾ കാറിൻ്റെ ഡോർ തുറന്നു, വീണ്ടും ശക്തിയായി ഡോർ അടച്ചു, വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു. പിന്നെ പറയുന്നത് ഇങ്ങനെയാണ്, സാർ, എൻ്റെ മകള് എന്നെ ഈ സമയം വരെ, അതായത് രാവിലെ 8 മണി മുതൽ ഈ സമയം 6:45 മണി വരെ എന്നെ വെയിറ്റ് ചെയ്തത്, എന്നെ കാത്തു നിന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ ഉമ്മയോടുള്ള സ്നേഹം കൊണ്ടോ അവളുടെ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. ഈ സമയം വരെ എന്നെ വെയിറ്റ് ചെയ്തത് MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവിന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൾ എന്നെ വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അവിടെ പ്രശാന്ത് എന്ന് പറയുന്ന പോലീസുകാരൻ ഇയാൾക്കിട്ടൊരു അടി കൊടുക്കണ്ടേ? സ്വന്തം മകൾക്ക് MDMA കൊണ്ട് കൊടുക്കുന്നൊരു ഉപ്പ. ഒന്ന് ആലോചിച്ചു നോക്കും ഞങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്. അടി കൊടുത്ത ഉടനെ ഇയാൾ സൈഡിലേക്ക് പോകുന്നു. ഇയാൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രില്ലിന് പോയിട്ട് തലയടിക്കാൻ തുടങ്ങി. ബ്ലഡ് വന്നു എന്ന് പറയുന്നൊരവസ്ഥയിൽ ഞാൻ പോയി പിടിച്ചു. അടുത്ത കേസും കൂടി പറ്റൂല എനിക്ക്, അല്ലെ, കുറേ കേസുണ്ട്, അതുകൊണ്ട് ഇനി അടുത്ത കേസും കൂടി വേണ്ട എന്നുള്ളതിൽ ഞാൻ പിടിച്ചു. ഇയാളെ പിടിച്ചിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ എല്ലായിടത്തും കച്ചറ ഉണ്ടാക്കുന്നു, ഇവിടെയും വന്ന് കച്ചറ ഉണ്ടാക്കുക, നിങ്ങൾ പോയിക്കോ. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യമുണ്ട്. 1 മിനിറ്റ് സാറേ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ പോക്കറ്റിൽ നിന്ന് വില കൂടിയ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ പിക്ചറും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എനിക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അവസാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും മറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള, എപ്പോഴെങ്കിലും മറക്കണമെന്ന് ആഗ്രഹം വന്നിട്ടുള്ള ഒരു ഫോട്ടോയാണ് എനിക്ക് കാണിച്ചിരുന്നത്. ഞാൻ രാവിലെ 11:30 മണി മുതൽ 6:45 മണി വരെ കണ്ട ആ പെൺകുട്ടിയുടെ നഗ്നമായ ഫോട്ടോയാണ് എനിക്ക് ഇയാൾ കാണിച്ചിരുന്നത്. ഉടുതുണിയില്ലാത്ത നേക്കഡായിട്ടുള്ള ഒരു ഫോട്ടോയാണ് ഇയാൾ എനിക്ക് കാണിച്ചിരുന്നത്. സ്വന്തം ഉപ്പ സ്വന്തം മകളുടെ നേക്കഡായ ഫോട്ടോ അന്യനായ ഒരു പോലീസുകാരന്, അന്യനായ ഒരു മനുഷ്യന് കാണിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തുപ്പയാണ് സ്വന്തം മകളുടെ ഇങ്ങനെയുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അന്യപുരുഷനായ എനിക്ക് നിങ്ങൾ കാണിച്ചു തന്നില്ലേ, എന്തിനാ? ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, സാർ, ഇങ്ങനെയുള്ളൊരു ഫോട്ടോ ചിലപ്പോൾ കാണാതായിട്ട് നിങ്ങൾ കുറച്ച് പേര് മാത്രമേ ബാക്കിയുണ്ടാവും, ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു, എങ്ങനെ? സാർ, എൻ്റെ മകള് 10ാം ക്ലാസ് വരെ നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. 12ാം ക്ലാസ് 11-12ാം ക്ലാസ്സിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് ഞാൻ ഏറ്റവും നല്ല കോളേജിലാണ് അവരെ ചേർത്തത്. അവള് എന്തോ വഴിമാറുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ എൻ്റെ മകൾ എന്നെ ഗൾഫിലേക്ക് മെസ്സേജ് അയക്കും, ഉപ്പ എനിക്കൊരു 5000 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ വേണം എന്ന് പറയുമ്പോൾ ഞാനിത് അയച്ചു കൊടുക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ മകള് ഈ പൈസയൊക്കെ ചെലവാക്കിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാര്യ മുഖാന്തരം എനിക്ക് മനസ്സിലായി, ഇവൾ ചെലവാക്കുന്നത് ഈ പറയുന്ന മയക്കുമരുന്നിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാൻ ഇവൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസ അങ്ങ് ഇല്ലാണ്ടാക്കി. ഇവൾ എന്ത് ചെയ്തു? ഇവളുടെ സുഹൃത്തുക്കളെ ഫോൺ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ മരുന്ന് വേണം, ഈ മരുന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങി. അവസാനം നിങ്ങൾ ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഒരു ഗ്രാമിന് 5000 രൂപ വിലയുള്ള ഈ സാധനം ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെങ്കിലും പിന്നീട് ആരും ഫ്രീ ആയിട്ട് കൊടുത്തില്ല. ഈ പെൺകുട്ടി
സുഹൃത്തുക്കളെ വിളിക്കാൻ തുടങ്ങി. വിളിച്ചു ചോദിച്ചു, അത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് തരണം നിങ്ങൾക്കെന്ന് ചോദിക്കുമ്പോൾ ഈ ആൺ സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്റെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ കൊടുത്തു. ആ ഭാഗം കാണുന്ന ഫോട്ടോ, ഈ ഭാഗം കാണുന്ന ഫോട്ടോ, മുഴുവൻ കാണുന്ന ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവസാനം 18-കാരൻ മുതൽ 70-കാരൻ്റെ കൂടെ വരെ ഈ പെൺകുട്ടിക്ക് പോകേണ്ടി വന്നു. എന്തിനാ? ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവിന് വേണ്ടിയിട്ട്. അത് പറയുമ്പോൾ അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് ഈ പറയുന്ന ആള് അത് ഞങ്ങളോട് പറയുമ്പോൾ 9 പോലീസുകാർ ഞങ്ങൾ ചുറ്റുമുണ്ട്. ആ 9 പോലീസുകാർക്ക് അന്നൊരു ഉത്തരവില്ല ഇതിനെതിരെ പറയാൻ വേണ്ടി. അയാൾ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രശ്നമുണ്ടാക്കിയത്. എൻ്റെ മകൾക്ക് ഞാൻ ലഹരി കൊണ്ടു കൊടുക്കണോ, എൻ്റെ മകളെ ഞാൻ അഴിച്ചു വിടണോ എന്നാണ് അയാൾ ചോദിച്ചത്. അന്ന് എല്ലാവരും പോകുമെങ്കിൽ എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഞാനൊരു ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇയാളോട് സമാധാനിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഓരോ നിലയിലും ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ ഈ പറഞ്ഞ പെൺകുട്ടി MBBS പൂർത്തിയാക്കിയൊരു ഡോക്ടറാണ്. പലപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ പറയുന്ന ലഹരിയോട് വിട പറയാൻ ഈ പെൺകുട്ടിക്ക് ഈ സമയം വരെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം.